പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HSA നാച്ചുറൽ സയൻസിൻ്റെ ഒരു ടോപ്പിക്കാണ്. ഇന്ന് മുതൽ ഈ ചാനലിൽ HSA നാച്ചുറൽ സയൻസിൻ്റെ സിലബസ് ബേസ്ഡ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. അത് കണ്ടിന്യൂസ് ആയിട്ട് റെഗുലറായിട്ട് എല്ലാ ദിവസങ്ങളിലും അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതിക്ക് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ HSA നാച്ചുറൽ സയൻസിൻ്റെ മാത്രമല്ല, HSA എല്ലാ സബ്ജക്റ്റിൻ്റെയും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ സൈറ്റിൽ കയറി ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ HSA നാച്ചുറൽ സയൻസിൻ്റെ സിലബസ് ബേസ്ഡ് ക്ലാസ്സസ് ആയിരിക്കും ഞാൻ നടത്താൻ പോകുന്നത്. അപ്പോൾ പാർട്ട് ബിയിൽ മൊഡ്യൂൾ ഒന്നാമത്തേത് ആനിമൽ ഡൈവേഴ്സിറ്റി ആണ്. ആനിമൽ ഡൈവേഴ്സിറ്റി എന്ന് പറയും. അതിൽ ഒന്നാമത്തെ എന്താണ്? വിറ്റാക്കേഴ്സ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. വിറ്റാക്കർ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, അതാണ് നമുക്ക് പഠിക്കാനുള്ള വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണിത് കേട്ടോ. അതിലെന്തൊക്കെയാണ് ഇപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്ന ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സിലബസ് ഇത് മാത്രം ഫസ്റ്റ് വൺ മാത്രം ഒന്ന് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ വിറ്റാക്കേഴ്സ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ സാലിയൻ ഫീച്ചേഴ്സ് പഠിക്കണം. അതിൽ പാരസൈറ്റിക് പ്രോട്ടോസോവൻസ് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? എൻഡമീബ ഹിസ്റ്റോളിക്ക, ട്രിപ്പനോസോമ ഗാംബ്ലിയൻസ്, പ്ലാസ്മോഡിയം വൈവാക്സ്. ഈ മൂന്നിൻ്റെ മോർഫോളജി, ലൈഫ് ഹിസ്റ്ററി, പാത്തോജെനിറ്റിസിറ്റി, പ്രൊഫൈലാറ്റിക് മെഷേഴ്സ്. അപ്പോൾ മോർഫോളജി, ലൈഫ് ഹിസ്റ്ററി, പാത്തോജെനിസിറ്റി ആൻഡ് പ്രൊഫൈലാറ്റിക് മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ ഘടന, ലൈഫ് ഹിസ്റ്ററി, ചരിത്രം, എത്രമാത്രം ഇത് ഹാംഫുള്ളാണ്, ഇത് എങ്ങനെ നമ്മൾ പ്രതിരോധിക്കണം, ഇതൊക്കെയാണ് നമ്മൾ ഈ എക്സാമ്പിൾസ് 3 എക്സാമ്പിൾസിൻ്റെയും പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വേറൊരു കാര്യം പറയട്ടെ. നമ്മൾ +1 തുടങ്ങി ഡിഗ്രി, പിന്നെ BEd, MD അതെല്ലാം പഠിച്ചവരായിരിക്കും അല്ലേ? അതെല്ലാം നമ്മൾ ഇംഗ്ലീഷിലാണ് പഠിച്ചേക്കുന്നത്. പക്ഷേ വേറൊരു പ്രത്യേകത ഉള്ളത്, നമ്മൾക്ക് PSCക്ക് പാർട്ട് ബിയിലെ ഭാഗം മലയാളത്തിലാണ് വന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു പ്രതിസന്ധിയാണ് നേരിടാൻ പോകുന്നത് അല്ലേ? നമ്മൾ ഇത്രയും നാളും ഇംഗ്ലീഷിൽ പഠിച്ചിട്ട് അതെല്ലാം മലയാളീകരിച്ച് പഠിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ മാക്സിമം അത് മലയാളീകരിച്ച് അതിൻ്റെ ബ്രാക്കറ്റിൽ ഇംഗ്ലീഷ് വേർഡ്സ് കൊടുത്തിട്ടാണ് ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മലയാളം പഠിച്ചേ തീരൂ. കാരണം എത്ര ഇംഗ്ലീഷ് പഠിച്ച് എന്ന് പറഞ്ഞാലും PSCക്ക് HSAയിൽ മലയാളമാണ് പാർട്ട് ബിയിൽ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും മലയാളം പഠിച്ചേ തീരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്ലാസ്സുകൾ മലയാളത്തിൽ പഠിച്ചു പോകാം. അപ്പോൾ ഇതാണ് സിലബസ് പാർട്ട് ബിയിലെ. ഫസ്റ്റ് തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന ആനിമൽ ഡൈവേഴ്സിറ്റിയാണ്. അതിൽ വിറ്റാക്കേഴ്സ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പോൾ അതിൽ കിങ്ഡം പ്രോട്ടിസ്റ്റ ഉണ്ട്, കിങ്ഡം അനിമാലിയ ഉണ്ട്, പിന്നെ അതിൻ്റെ ഓരോ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് 1 by 1 ആയിട്ട് പഠിച്ച് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. വിറ്റേക്കർ അവതരിപ്പിച്ച 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ 1969 അവതരിപ്പിച്ചത്. അപ്പോൾ വിറ്റേക്കർ എന്നും വൈറ്റേക്കർ എന്നൊക്കെ പറയാം കേട്ടോ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ 1969 അദ്ദേഹം അവതരിപ്പിച്ചത്. ഇതിൽ ജീവികളെയും അവയുടെ കോശഘടന, ശരീരഘടന, പോഷണ രീതി, പ്രത്യുൽപാദന രീതി, പരിണാമ ബന്ധങ്ങൾ അതായത് ഇവല്യൂഷൻസ് എന്നിവ അടിസ്ഥാനമാക്കി 5 കിങ്ഡത്തിലേക്ക് വർഗീകരിക്കുന്നു. അപ്പോൾ വിറ്റാക്കർ എങ്ങനെയാണ് ഈ 5 ക്ലാസിഫിക്കേഷൻ കിങ്ഡത്തിനെയും 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആക്കിയത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കോശഘടന, ശരീരഘടന, പോഷണ രീതി, പ്രത്യുൽപാദന രീതി, പരിണാമ ബന്ധങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കിയിട്ടാണ് 5 കിങ്ഡത്തിലേക്ക് വർഗീകരിച്ചത്.
അപ്പോൾ ഈ 5 കിങ്ഡങ്ങളും ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കിങ്ഡം പ്ലാന്റേ അത് ബഹുകോശ ഉൽപാദകരാണ്. പ്ലാന്റ്സ് ഉൽപാദകരാണ്. പിന്നെ കിങ്ഡം അനിമാലിയ ബഹുകോശ ഉപഭോക്താക്കളാണ്. ഉൽപാദകര്, ഉപഭോക്താക്കള്. പിന്നെ കിങ്ഡം ഫംഗൈ ബഹുകോശ വിഘാടകരാണ്. കിങ്ഡം പ്രോട്ടിസ്റ്റ ഏകകോശ യൂക്യാരിയോട്ടുകളാണ്. കിങ്ഡം മൊണീറ പ്രോകാരിയോട്ടുകളാണ്. ഇവ ഏതാണ്, എന്താണ് എന്നൊക്കെയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിനെക്കുറിച്ചുള്ള സാലിയൻ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് നോക്കാം കേട്ടോ. ബാക്ടീരിയ, സയനോബാക്ടീരിയ, ആർക്കിബാക്ടീരിയ തുടങ്ങിയ ഏകകോശ ജീവികളാണ് മൊണീറ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ കിങ്ഡം മൊണീറ നമ്മൾ നോക്കിയില്ലേ ഇപ്പോഴേ. അപ്പോൾ കിങ്ഡം മൊണീറ വിഭാഗത്തിൽ പെടുന്നത് എന്തൊക്കെയാണ്? ബാക്ടീരിയ, സയനോബാക്ടീരിയ, ആർക്കിബാക്ടീരിയ തുടങ്ങിയ ഏകകോശ ജീവികളാണ്. യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണ് മൊണീറ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. ഇവയ്ക്ക് വ്യക്തമായ കോശമർമ്മം ഇല്ല. ഇവയ്ക്ക് വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ല. കോശമർമ്മം ഇല്ലാത്തതിനാലാണ് ഇവയെ പ്രോകാരിയോട്ടുകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇവയ്ക്ക് വ്യക്തമായ കോശമർമ്മം ഇല്ലാത്തതിനാലാണ് ഇവയെ പ്രോകാരിയോട്ടുകൾ എന്നറിയപ്പെടുന്നത്. പ്രൊട്ടിസ്റ്റ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന സൂക്ഷ്മജീവികൾക്ക് വ്യക്തമായ മർമ്മമുണ്ട്. അവയെ യൂക്യാരിയോട്ടുകൾ എന്ന് പറയും. അപ്പോൾ മർമ്മം ഇല്ലാത്തത് പ്രോകാരിയോട്ടുകളും മർമ്മം ഉള്ളത് യൂക്യാരിയോട്ടുകളുമാണ്. മനസ്സിലായോ? അപ്പോൾ പ്രൊട്ടിസ്റ്റ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന സൂക്ഷ്മജീവികൾ കിങ്ഡം പ്രൊട്ടിസ്റ്റ അല്ലെങ്കിൽ കിങ്ഡം പ്രോട്ടോസോവ എന്നും പറയും കേട്ടോ. അപ്പോൾ കിങ്ഡം പ്രൊട്ടിസ്റ്റ വിഭാഗത്തിൽപ്പെടുന്ന മൈക്രോ ഓർഗാനിസംസിന് മർമ്മമുണ്ട്, അതായത് ന്യൂക്ലിയസ് ഉണ്ട്. ആ വിഭാഗത്തിനെ യൂക്യാരിയോട്സ് എന്ന് പറയും. എന്നാൽ മൊണീറ പോലുള്ള കിങ്ഡം മൊണീറ പോലുള്ള യൂണിസെല്ലുലാർ ഓർഗാനിസംസിന് എന്തില്ല? കോശമർമ്മം, ന്യൂക്ലിയസ് ഇല്ല. അപ്പോൾ അവയെ പ്രോകാരിയോട്സ് എന്ന് പറയും. ക്ലിയർ ആയോ? ഓക്കെ. ഇനി ഹരിതകമില്ലാത്ത സസ്യങ്ങളാണ് ഫംഗസുകൾ. ഹരിതകം ഇല്ലാത്ത സസ്യങ്ങളാണ് ഫംഗസുകൾ. ഇവ വിഘാടകരോ പരാദങ്ങളോ ആകാം. ഹരിതകം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോറോഫിൽസ്. അപ്പോൾ സസ്യങ്ങൾക്ക് ക്ലോറോഫിൽസ് ഉണ്ടല്ലോ. അപ്പോൾ അതില്ലാത്ത സസ്യങ്ങളാണ് ഫംഗസുകൾ. ഇനി ഇവ എന്താ? വിഘാടകർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീകമ്പോസേഷൻ, ഡീകമ്പോസിറ്റ്സുകളോ അല്ലെങ്കിൽ ഡീകമ്പോസിറ്റ്സുകളോ അല്ലെങ്കിൽ പരാദങ്ങളോ ആകാം. പരാദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പാരസൈറ്റ്, മറ്റുള്ള ജീവിയെ ആശ്രയിച്ച് അവയെ ഊറ്റി കുടിച്ച് ആ ജീവിയെ നശിപ്പിക്കുന്നതാണ് പരാദങ്ങൾ. പാരസൈറ്റ്സ് ആകാം, പാരസൈറ്റ്സോ ആകാം അല്ലെങ്കിൽ ഡീകമ്പോസേഴ്സ് ആകാം. ഓക്കെ. ചില ഫംഗസുകളിൽ നിന്ന് ആൻറ്റിബയോട്ടിക്കുകൾ ഔഷധങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. ചില ഫംഗസുകളിൽ നിന്ന് ആൻറ്റിബയോട്ടിക് ഔഷധങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ കിങ്ഡം ഫംഗയിലാണ് നമ്മൾ ഈ ഫംഗസുകളെ പഠിക്കുന്നത്. കിങ്ഡം മൊണീറയിൽ എന്താണ് പഠിക്കുന്നത്? ബാക്ടീരിയ, സയനോബാക്ടീരിയ, ആർക്കിബാക്ടീരിയ. ഇതൊക്കെ ഞാൻ വരും ക്ലാസ്സുകളിൽ വിശദീകരിച്ച് പറയാം കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഒരു മോർഫോളജി പറയുന്നതാണ്. പിന്നെന്താണ്? അടുത്തതാണ് പ്രോട്ടിസ്റ്റ് വിഭാഗം, അത് കിങ്ഡം പ്രോട്ടോസോവ. അതിൽ അവരുടേക്ക് എന്താണ്? മർമ്മം ഉണ്ട്. മർമ്മം ഉള്ളത് കൊണ്ട് യൂക്യാരിയോട്സ് എന്ന് പറയും. മർമ്മം ഇല്ലാത്തത് എന്താണ്? മൊണീറ. കിങ്ഡം മൊണീറ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് മർമ്മമില്ല. അവയെ എന്താ പറയും? പ്രോകാരിയോട്സ് എന്ന് പറയും. പിന്നെ ക്ലോറോഫിൽസ് ഇല്ലാത്ത സസ്യങ്ങളെ എന്താ പറയും? ഫംഗസുകൾ എന്ന് പറയും. അവ വിഘാടകരോ അല്ലെങ്കിൽ പരാദങ്ങളോ ആകാം. ഫംഗസുകളിൽ നിന്ന് ആൻറ്റിബയോട്ടിക് ഔഷധങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അടുത്തത്, ഏറ്റവും ലഘുഘടനയുള്ള ജീവികളാണ് പ്രോട്ടോസോവകൾ. അപ്പോൾ ഏറ്റവും ലഘുഘടനയുള്ള ജീവികളാണ് പ്രോട്ടോസോവകൾ. അതിനാൽ ഭൂമിയിൽ ആദ്യം രൂപം കൊണ്ട ജീവിവർഗമായി ഇവയെ കരുതപ്പെടുന്നു. അപ്പോൾ ഭൂമിയിൽ ആദ്യമായിട്ട് രൂപം കൊണ്ട ജീവിവർഗമാണ് പ്രോട്ടോസോവൻസ്. പ്രോട്ടോസോവകളെ ആദ്യമായി കണ്ടെത്തിയത് ലീവൻഹോക്ക് ആണ്.
പ്രോട്ടോസോവൻസിനെ ആദ്യമായി കണ്ടെത്തിയത് ലീവൻ ഹോക്ക് ആണ്. പ്രോട്ടോസോവകൾ ശുദ്ധജലത്തിലും ലവണജലത്തിലും മണ്ണിലും കാണപ്പെടുന്നു. അപ്പോൾ പ്രോട്ടോസോവൻസ് ശുദ്ധജലത്തിലും ലവണജലം എന്താണ് ഉപ്പുവെള്ളത്തിലും മണ്ണിലും കാണപ്പെടുന്നു. ഇവ ഏകകോശമായോ കൂട്ടത്തോടെയോ കാണപ്പെടുന്നു. കോളനീസായോ അല്ലെങ്കിൽ ഒറ്റയ്ക്കൊക്കെ കാണപ്പെടുന്നു. സ്യൂഡോപോഡിയ, ഫ്ലാജെല്ല, സീലിയ തുടങ്ങിയവയാണ് പ്രോട്ടോസോവയിൽ ചലനത്തിന് സഹായിക്കുന്ന അവയവങ്ങൾ. സ്യൂഡോപോഡിയ, ഫ്ലജെല്ല, സീലിയ തുടങ്ങിയവയാണ് പ്രോട്ടോസോവയിൽ ചലനത്തിന് സഹായിക്കുന്ന അവയവങ്ങൾ. ഇതെല്ലാം PSC ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് സ്യൂഡോപോഡിയ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഫ്ലജെല്ലിനെ ബേസ് ചെയ്ത് വന്നിട്ടുണ്ട്, സീലിയനെ ബേസ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കത് കൺഫ്യൂസ്ഡ് ആയി പോകരുത്. അപ്പോൾ പ്രോട്ടോസോവയിൽ ചലനത്തിന് സഹായിക്കുന്ന അവയവങ്ങളാണ് സ്യൂഡോപോഡിയ, ഫ്ലജെല്ല, സീലിയ. ഇനി പോഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂട്രീഷ്യൻസ് എന്താണ്? ഹോളോസോയിക് ആൻഡ് ഹോളോഫൈറ്റിക് ആണ്. ഹോളോസോയിക്കും ഹോളോഫൈറ്റിക്കും ഉണ്ട്. പ്രോട്ടോസോവൻസിൽ ന്യൂട്രീഷ്യൻസ് എന്താണ്? ഹോളോസോയിക് അല്ലെങ്കിൽ ഹോളോഫൈറ്റിക് ഉണ്ട്. ചില പ്രോട്ടോസോവൻസ് എന്താണ്? പാരസൈറ്റ്സ് ആണ്, പരാദങ്ങളാണ്. ഹോളോസോയിക് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ജീവിയുടെ ആഹാരം കനാൽ മുഖേന ഉള്ള ഭക്ഷണ ഉൾക്കൊള്ളലും അതിൻ്റെ ആന്തരിക പ്രക്രിയ വഴിയുള്ള ദഹനവും ആഗിരണവും ഉൾക്കൊള്ളുന്ന പോഷണ രീതിയാണ് ഹോളോസോയിക് ന്യൂട്രീഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോട്ടോസോവൻസിന് 2 തരത്തിൽ ഹോളോസോയിക് ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഹോളോഫൈറ്റിക് ന്യൂട്രീഷൻ ഉണ്ട്. ഇനി ഹോളോഫൈറ്റിക് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. സൂര്യപ്രകാശം, ജലം, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ ഉപയോഗിച്ച് സ്വയം ആഹാരം നിർമ്മിക്കുന്ന ഓർഗൻസ് അല്ലെ ജീവികളെ ഓർഗനിസത്തിനെ എന്ത് പറയാം? ഹോളോഫൈറ്റിക് ന്യൂട്രീഷ്യസ് ഓർഗനിസം എന്ന് പറയാം. ഫൈലം പ്രോട്ടോസോവയെ 4 സബ് ഫൈലങ്ങളായി തിരിച്ചിരിക്കുന്നു. ഒന്ന് മാസ്റ്റിക്കോഫോറ, സ്പോറോസോവ, സാർക്കോഡിന, സീലിയോഫോറ. അപ്പോൾ ഫൈലം പ്രോട്ടോസോവയെ 4 സബ് ഫൈലങ്ങളായി തിരിച്ചിരിക്കുന്നുണ്ട്. മാസ്റ്റിക്കോഫോറ, സ്പോറോസോവ, സാർക്കോഡിന, സീലിയോഫോറ. സ്പോറോസോവ വിഭാഗത്തിൽ ഉൾപ്പെട്ട പ്രോട്ടോസോവകളെല്ലാം തന്നെ ആന്തരപരാത ജീവികളാണ്. സ്പോറോസോവ വിഭാഗത്തിൽപ്പെട്ട പ്രോട്ടോസോവകളെല്ലാം എന്താണ്? എൻഡോപാരസിറ്റിക് ആണ്, ആന്തരപരാത ജീവികളാണ്. പ്ലാസ്മോഡിയം, എക്സാമ്പിൾ പ്ലാസ്മോഡിയം, ടോക്കോപ്ലാസ്മ, സാർക്കോസിസ്റ്റ്. അപ്പോൾ ഈ ആന്തര പരാത ജീവികൾ, അതായത് ജീവിയുടെ ഉള്ളിൽ പരാതങ്ങളായിട്ട് ജീവിക്കുന്നവ. എക്സാമ്പിൾ പ്ലാസ്മോഡിയം, ടോക്കോപ്ലാസ്മ, സാർക്കോസിസ്റ്റ് എക്സെട്ര. അടുത്തത് പ്രോട്ടോസോവയിലെ ഏറ്റവും വലിയ ക്ലാസ് സീലിയേറ്റ്സ് ആണ്. എക്സാമ്പിൾ പാരമീസിയം. പ്രോട്ടോസോവകളിലെ പ്രത്യുൽപാദനം 2 തരമുണ്ട്. അലൈംഗിക പ്രത്യുൽപാദനവും ലൈംഗിക പ്രത്യുൽപാദനം. അലൈംഗിക പ്രത്യുൽപാദനം അസെക്സൽ റീപ്രൊഡക്ഷൻ, ലൈംഗിക പ്രത്യുൽപാദനത്തിന് സെക്സ്വൽ റീപ്രൊഡക്ഷൻ എന്ന് പറയും. ദ്വിവിഭജനം, ബൈനറി ഫിഷൻ. ഏറ്റവും സാധാരണയായി നടക്കുന്ന അലൈംഗിക പ്രത്യുൽപാദനം, അസെക്സ്വൽ പ്രത്യുൽപാദനമാണ് ദ്വിവിഭജനം. ആദ്യം മർമ്മവും പിന്നീട് കോശദ്രവ്യവും വിഭജിച്ച് 2 പുത്രികാ കോശങ്ങൾ ഉണ്ടാകുന്നു. അതാണ് എക്സാമ്പിൾ അമീബ. അമീബയിൽ നടക്കുന്ന റീപ്രൊഡക്ഷൻ എന്താണ്? അസെക്സ്വൽ റീപ്രൊഡക്ഷൻ ആണ്. അതിൽ ബൈനറി ഫിഷൻ ആണ് അമീബയിൽ നടക്കുന്നത്. ഇനി മൾട്ടിപ്പിൾ ഫിഷൻ അല്ലെങ്കിൽ ബഹുഭംഗം. കോശത്തിന്റെ മർമ്മം ഒന്നിലധികം പ്രാവശ്യം വിഭജിക്കപ്പെടുന്നു. തുടർന്ന് കോശദ്രവ്യവും വിഭജിച്ച് 2-ലധികം പുത്രികാ കോശങ്ങൾ ഉണ്ടാകുന്നു. ഇതും അമീബയിൽ നടക്കുന്നതാണ്. അപ്പോൾ ബഹുഭംഗവും നടക്കുന്നുണ്ട്, ബൈനറി ഫിഷനും നടക്കുന്നുണ്ട് അമീബയിൽ. ഇനി പ്ലാസ്മറ്റോമി. ചില ഇത് വേർഡ്സുകളാണ്. അതായത് നമുക്ക് എക്സാമിന് വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡ് അല്ലല്ലോ, ഇതല്ലേ
ചോയ്സ് തന്നിട്ട് 4 ഓപ്ഷൻ തന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ഉത്തരം എഴുതലല്ലേ. അപ്പോൾ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻ മെത്തേഡ് അല്ലേ നമുക്ക് വന്നത്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ പഠിച്ചു പോകുന്നത് കേട്ടോ. പ്ലാസ്മറ്റോമി എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുമർമ്മങ്ങൾ ഉള്ള പ്രോട്ടോസോവുകളിൽ, മൾട്ടിന്യൂക്ലിയേറ്റ് പ്രോട്ടോസോവുകളിൽ നടക്കുന്ന അലൈംഗിക അസെക്സൽ റിപ്രൊഡക്ഷൻ രീതിയാണ് എന്ത്? പ്ലാസ്മറ്റോമി. പ്ലാസ്മറ്റോമി എന്ന് പറഞ്ഞാൽ മൾട്ടിന്യൂക്ലിയേറ്റ് പ്രോട്ടോസോവുകളിൽ, അതായത് ബഹുമർമ്മങ്ങൾ ഉള്ള പ്രോട്ടോസോവുകളിൽ നടക്കുന്ന അസെക്സൽ റീപ്രൊഡക്ഷൻ, അലൈംഗിക പ്രത്യുൽപാദന രീതിയാണ് പ്ലാസ്മറ്റോമി എന്ന് പറഞ്ഞാൽ. ഇതിൽ മർമ്മ വിഭജനം നടക്കുന്നില്ല. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാവുന്നതാണ് കേട്ടോ. ഇത് മർമ്മ വിഭജനം നടക്കുന്നില്ല. കോശദ്രവ്യം വിഭജിച്ച് പല ഭാഗങ്ങളായി മാറുന്നു. അപ്പം മർമ്മം വിഭജിക്കാതെ കോശദ്രവ്യം വിഭജിച്ചിട്ട് പല ഭാഗങ്ങളായി മാറുന്നു. ഇവയിൽ ധാരാളം മർമ്മങ്ങളും കാണപ്പെടുന്നു. അപ്പോൾ ഇത് തന്നെയാണ് പ്ലാസ്മറ്റോമി എന്ന് പറയുന്ന എക്സാമ്പിള് ഒപ്പാലിന. ഒപ്പാലിനയിലാണ് പ്ലാസ്മറ്റോമി കാണപ്പെടുന്നത്. അടുത്തത് മുകുളനം, ബഡ്ഡിംഗ്. ഒരു സാധാരണ അലൈംഗിക പ്രത്യുൽപാദന രീതിയാണ് മുകുളനം, ബഡ്ഡിംഗ് എന്ന് പറയുന്നത്. ഒരു സാധാരണ അസെക്സൽ റീപ്രൊഡക്ഷൻ മെത്തേഡാണ് ബഡ്ഡിംഗ് എന്ന് പറഞ്ഞാൽ. കോശദ്രവ്യത്തിൽ നിന്ന് മുകുളങ്ങൾ ഉണ്ടായി പുതിയ ജീവിയായി മാറുന്നു. കോശദ്രവ്യത്തിൽ നിന്ന് പുതിയ ബഡ്സ് ഒക്കെ ഉണ്ടായിട്ട് അതൊരു പുതിയ ഓർഗാനിസംസ് ആയിട്ട് മാറുന്നതിന് ആണ് ബഡ്ഡിംഗ് എന്ന് പറയുന്നത്. എക്സാമ്പിള് വെർട്ടിസെല്ല. എക്സാമ്പിൾസ് ഒക്കെ ചോദിക്കാവുന്നതാണ് കേട്ടോ പരീക്ഷയ്ക്ക്. ഇനി അടുത്തത് ലൈംഗിക പ്രത്യുൽപാദനം, സെക്സൽ റീപ്രൊഡക്ഷൻ. 2 തരത്തിലുണ്ട്: സിൻഗമി, കോഞ്ചുഗേഷൻ. സിൻഗമി ഇതിൽ ഗാമിറ്റുകളുടെ കൂടിച്ചേരൽ വഴിയാണ് സിക്താണ്ഡം ഉണ്ടാകുന്നത്, സൈഗോട്ട് ഉണ്ടാകുന്നത്. എന്താണ്? ഗാമിറ്റുകൾ കൂടിച്ചേർന്നിട്ടാണ് സൈഗോട്ട് ഉണ്ടാകുന്നത്. ഇതിനെയാണ് സിൻഗമി എന്ന് പറയുന്നത്. ഇനി കോഞ്ചുഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെക്സൽ റീപ്രൊഡക്ഷൻ മെത്തേഡാണ്. പ്രത്യേകിച്ച് ഒരു സെല്ലുള്ള, അതായത് യൂണിസെല്ലുലാർ ഓർഗാനിസംസിൽ കാണപ്പെടുന്നു. ഇത് എന്താണ്? പാരമീസിയം, ബാക്ടീരിയ, സ്പൈറോഗൈറ പോലുള്ള ജീവികളിലെ ആണ് കോഞ്ചുഗേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ കോഞ്ചുഗേഷൻ. ഇനി ഹോളോഗമി ചോദിച്ചു കണ്ടിട്ടുണ്ട്. എന്താണ് ഹോളോഗമി? പ്രത്യേകം ഗ്യാമിറ്റുകൾ ഉണ്ടാകുന്നില്ല. ഹോളോഗമിയിൽ പ്രത്യേകം ഗ്യാമിറ്റുകളൊന്നും ഉണ്ടാകുന്നില്ല. ജീവികളുടെ ശരീരകോശങ്ങൾ തന്നെയാണ് കൂടിച്ചേരുന്നത്. പ്രത്യേക ഗ്യാമിറ്റുകൾ ഉണ്ടാകാതെ ജീവിയുടെ ശരീരകോശങ്ങൾ കൂടിച്ചേർന്നാണ് പുതിയ ജീവിയായിട്ട് മാറുന്നത്. എക്സാമ്പിള് ട്രൈക്കോനിംഫയിൽ ഹോളോഗമിയാണ് കാണപ്പെടുന്നത്. ഈ വേർഡ്സ് ഒക്കെ പഠിച്ചിരിക്കണം കേട്ടോ. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ നമ്മൾക്ക് ഹോളോഗമി, പീഡോഗമി, സിങ്കോഗമി അങ്ങനെയൊക്കെ വരും. അപ്പോൾ നമ്മൾ അത് എന്താണ്, ആ ടേം എന്താണെന്നും എക്സാമ്പിൾസും പഠിച്ചിരിക്കുക കേട്ടോ. ഇനി പീഡോഗമി. ഇതിൽ പൂർണ്ണ വളർച്ചയെത്താത്ത ഗ്യാമെറ്റുകളുടെ സംയോജനമാണ് നടക്കുന്നത്. പീഡോഗമി, പൂർണ്ണ വളർച്ചയെത്താത്ത ഗ്യാമെറ്റുകളുടെ സംയോജനമാണ് പീഡോഗമിയിൽ നടക്കുന്നത്. ഐസോഗമി, ആകൃതിയിലും വലിപ്പത്തിലും ഒരുപോലെയുള്ള ഗ്യാമെറ്റുകളുടെ സംയോജനമാണ് ഐസോഗമിയിൽ നടക്കുന്നത്. ഐസോ ഒരുപോലെ എന്ന് പറയാം. അപ്പോൾ ഐസോഗമിയിൽ ആകൃതിയിലും വലിപ്പത്തിലും ഒരുപോലെയുള്ള ഗ്യാമെറ്റുകളുടെ സംയോജനമാണ് നടക്കുന്നത്. ഇനി അനൈസോഗമി. ആകൃതിയിലും വലിപ്പത്തിലും സ്വഭാവത്തിലും വ്യത്യസ്തതയുള്ള ഗ്യാമെറ്റുകളുടെ സംയോജനമാണ് അനൈസോഗമി. അപ്പോൾ ആകൃതിയിലും വലിപ്പത്തിലും സ്വഭാവത്തിലും വ്യത്യാസമുള്ള ഗ്യാമെറ്റുകളുടെ സംയോജനമാണ് അനൈസോഗമി. ഐസോഗമി ഒരേപോലെ, അനൈസോഗമി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്യാമെറ്റുകൾ. അപ്പോൾ ഇത്രയുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ജസ്റ്റ് ഒരു സാലിയൻ ഫീച്ചേഴ്സാണ് ഞാൻ ഈ ഓരോ കിങ്ഡത്തിനെയും കുറിച്ച് പറഞ്ഞത്. എല്ലാ കിങ്ഡം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല. അപ്പോൾ നമുക്ക് കുറേശ്ശെ ആയിട്ട് പഠിച്ചു പോകാം കേട്ടോ.
അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻറ്റ് ചെയ്യാം. നിങ്ങളാരും വീഡിയോസിൽ കമൻറ്റ് ചെയ്യാറില്ല. എനിക്ക് ക്ലാസ് എടുക്കാനുള്ള പ്രചോദനവും എല്ലാനും കമൻറ്റിലൂടെയാണ് വേണ്ടത്. അപ്പോൾ ക്ലാസ് എങ്ങനെയുണ്ടെന്നോ അത് ക്ലാസ് പോരായ്ക ഉണ്ടെങ്കിൽ ഞാൻ അതിനെ ബെറ്റർ ആക്കാം. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് എഴുതുക. നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കമൻറ്റ് എഴുതുക. ഞാനത് സ്വീകരിക്കാം, പരിഹരിക്കാം. ഓക്കെ, അപ്പോൾ വീണ്ടും ഒരു പുതിയ ഇതിൻ്റെ കണ്ടിന്യൂഷൻ വരും. അതുകൂടാതെ HSA നാച്ചുറൽ സയൻസിലെ തന്നെ വേറെ മൊഡ്യൂൾസും ഞാൻ ഒപ്പം എടുത്തു പോകും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.